വാട്സപ്പിൽ ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന വോയിസിന് നമുക്കൊരു ട്രോൾ വോയിസ് എങ്ങനെ അയച്ചു കൊടുക്കാമെന്ന്. ചില സിനിമാ രംഗങ്ങളിൽ നിന്നുള്ള ട്രോൾ വോയിസുകളൊക്കെ നമുക്ക് എങ്ങനെ അയച്ചു കൊടുക്കാമെന്ന് ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നമുക്കൊരു സുഹൃത്ത് അയച്ചു തന്ന വോയിസിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലൂടെ ഒരു സുഹൃത്ത് അയച്ച വോയിസിന് ഒരു കോമഡി ആയിട്ട് നമുക്ക് ഒരു ട്രോൾ വോയിസ് അയച്ചു കൊടുക്കണം. ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂടിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ ഒരു ട്രോൾ വോയിസ് നമുക്ക് എങ്ങനെ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വോയിസ് പോലെ തന്നെ നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്ലിക്കേഷൻ ഏതാണ്, എങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക എന്നുള്ള വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇന്റർഫേസ് ഇങ്ങനെയാണ്. ഇവിടെ നിങ്ങൾക്ക് വിവിധ കാറ്റഗറിയിൽപ്പെട്ട കോമഡികൾ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന കോമഡി തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ വോയിസ് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്കൊരു പ്രശ്നമല്ല. ഒരു കയ്യബദ്ധം നാട്ടിക്കിട്ടത് സ്രാങ്ക് വരുന്നു. ഈ സൈസ് വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോട് ചോദിക്കാം, താൻ ഏതാ? ഇങ്ങനെ വിവിധ തരത്തിലുള്ള കോമഡി ട്രോൾ വോയിസുകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വോയിസ് അയച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പം ഡയറക്റ്റ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ കാണുന്ന ഈ ഷെയർ ബട്ടൺ, വാട്സപ്പിന്റെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരെ അയച്ചു കൊടുക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങളുടെ ഒരു വോയിസ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ഓരോ വോയിസും ഇതുപോലെ പ്ലേ ചെയ്ത് ഞാൻ ചിരിക്കണോ കരയണോ? ഞാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഓരോ വോയിസുകൾ ഇതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും വോയിസുകൾ വരുമ്പോൾ അതിന് ട്രോൾ ആയിട്ട് വോയിസുകൾ അയച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഏത് വോയിസ് ആണ് വേണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം ഇതുപോലെ മിനിമൈസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പം ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ശേഷം നമ്മുടെ റീസെന്റ് ടാബ്, നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ടാവും റീസെന്റ് ടാബ്. നമ്മൾ ഉപയോഗിച്ച ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ കാണാൻ സാധിക്കുന്ന ഫീച്ചറാണ് ഈ റീസെന്റ് ടാബ് എന്നുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഉപയോഗിച്ച എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടാവും റീസെന്റ് ടാബ് എന്നുള്ളത്. നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് ആണ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യേണ്ടെങ്കിൽ ആ വാട്സപ്പ് ഇതുപോലെ ലോങ് പ്രസ് പിടിക്കുക. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഇതുപോലെ ലോങ് പ്രസ് പിടിക്കുക. ചില മൊബൈൽ ഫോണിൽ വാട്സപ്പിന്റെ അല്ലെങ്കിൽ ആപ്ലിക്കേഷന്റെ മുകളിൽ നിങ്ങൾക്ക് വലതുഭാഗത്തായിട്ട് 2 ലൈൻസ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന MI ഫോണിൽ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ ലോങ് പ്രസ് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു 2 ലൈന് കാണാൻ സാധിക്കും. നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ വാട്സപ്പ് ഓപ്പൺ ആയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ടുണ്ട്. ഇങ്ങനെ മൊബൈൽ ഫോൺ സ്പ്ലിറ്റ് സ്ക്രീൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ നമ്മൾ ലിങ്ക് നൽകാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു മൊബൈൽ 2 കാര്യങ്ങൾ ചെയ്യാമെന്ന്, വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള സ്പ്ലിറ്റ് സ്ക്രീൻ ഉപയോഗിക്കാമെന്ന് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ വീഡിയോ കാണുക. എന്നാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ടിപ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ മുകളിലായിട്ട് വാട്സപ്പ് നിൽക്കുന്നുണ്ട്. നമുക്ക് വാട്സപ്പ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. താഴെ ഭാഗത്ത് നമ്മുടെ റീസെന്റ് ടാബാണ് കാണുന്നത്. നമ്മൾ അതാണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആ ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മുകളിൽ നമ്മുടെ വാട്സപ്പ് ആണ്, താഴെ ഭാഗത്ത് നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പ് ഉള്ള ആപ്ലിക്കേഷൻസ് കാണാനുണ്ട്. ഇപ്പം ഞാനൊരു സുഹൃത്തിന് വോയിസ് അയക്കുകയാണെങ്കിൽ ആ സുഹൃത്തിന്റെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ വോയിസ് ആദ്യം അയക്കുന്നതിന് വേണ്ടി, നമ്മുടെ സുഹൃത്തിന് അയക്കുന്നതിന് വേണ്ടി വോയിസ് ക്ലിപ്പ് നമ്മൾ ഇതുപോലെ ലോക്കിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന ഭാഗത്തുള്ള വോയിസിൽ ഏതെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഞാൻ ചിരിക്കണോ കരയണോ? നമ്മൾ നമ്മുടെ സുഹൃത്തിന് ഇതുപോലെ വോയിസ് ലോക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ വോയിസ് പ്ലേ ചെയ്യുക. ഇതുപോലെ ട്രോൾ വോയിസ് പ്ലേ ചെയ്യുക. അപ്പോൾ ഇത് റെക്കോർഡായി വരും. തുടർന്ന് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ കാണാൻ സാധിക്കും ഞാനിപ്പോൾ വോയിസ് പ്ലേ ചെയ്യാണ്. കാണുന്ന ഭാഗത്തുള്ള വോയിസിൽ ഏതെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വോയിസ് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് മറുപടി അയച്ചു കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു വോയിസ് ഇതുപോലെ ലോക്ക് ചെയ്തുകൊണ്ട് ഞാൻ പോകുന്നു, നമ്മൾ ഇതുപോലെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ വോയിസ് ആണ് കേൾക്കാൻ സാധിക്കും. നമ്മുടെ വോയിസിൽ അവർക്ക് ആ ട്രോൾ വോയിസ് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ട്രോൾ വോയിസുകൾ റീപ്ലേ ആയിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. വളരെ മികച്ച ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വിവിധ തരത്തിലുള്ള കാറ്റഗറിയിൽപ്പെട്ട ട്രോൾ വോയിസുകൾ കേൾക്കാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ നമുക്ക് ഏതാണ് ആപ്ലിക്കേഷൻ നോക്കാം. അതിനുവേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം പ്ലേ സ്റ്റോറിൽ ട്രോൾ വോയിസ് ക്ലിപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ട്രോൾ വോയിസ് ക്ലിപ്പ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുക. അത്തരത്തിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നാലാമതായി കാണുന്ന വോയിസ് ക്ലിപ്പ് മലയാളം ട്രോൾ ഓഡിയോ എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ്റെ എംബ്ലം എല്ലാം കണ്ടുവെക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ വോയിസ് ക്ലിപ്പുകൾ അയച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വാട്സപ്പ് അപ്ഡേറ്റുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.